Hi beautiful people and welcome back to my YouTube channel. എല്ലാവർക്കും സുഖാണോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ചൂടൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും? ഇവിടെ നമുക്ക് നല്ല ചൂടാണ്, മഴയൊന്നും പെയ്തില്ല. മഴ പെയ്യുമെന്ന് വിശ്വസിക്കുന്നു, പെയ്യുമ്പോൾ ഒന്നൊന്നര പെയ്ത്തായിരിക്കുമല്ലോ, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇത് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഒരിക്കലെങ്കിലും കാശ്മീർ ഒന്ന് പോകണം, കാശ്മീർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും മീൻസ് ഒരു 70-75% ആൾക്കാരുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ഉണ്ടാകും അല്ലേ? ഈ പറയുന്ന എൻ്റെ മനസ്സിലും ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. എൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം കയറിയപ്പോഴാന്ന് വെച്ചാൽ ഞാനൊരു 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം റോജ മൂവി കാണുന്നത്. ആ മൂവി കണ്ടതിന് ശേഷം തൊട്ട് എൻ്റെ പൊന്നെ, എനിക്ക് എങ്ങനെയാലും കാശ്മീരിലൊന്ന് എത്തിയാൽ മതി, കാശ്മീർ കണ്ടിട്ട് ചത്താലും വേണ്ടില്ല, അങ്ങനത്തെ ഒരു ചിന്തയൊക്കെയായിരുന്നു അന്ന് ചെറുപ്പത്തിലെ, ഇവരില്ലാത്ത സമയത്ത് ഓരോരോ ചിന്തകൾ. യെസ്, ബട്ട് ഞാൻ വളരുന്നതനുസരിച്ച് എൻ്റെ ആ ആഗ്രഹം വളർന്നുകൊണ്ടിരുന്നു എൻ്റെ കൂടെ. പക്ഷെ ഞാൻ വിട്ടില്ല. എന്നാലും പോകാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഇപ്പം നമ്മൾ പോയി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പം പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കണം. കുറേ വീഡിയോസ് നമ്മൾ കണ്ടു. കുറേ വീഡിയോസിൽ എനിക്ക് എല്ലാ വീഡിയോസിലും എന്തൊക്കെയോ എലമെന്റ്സ് മിസ്സായെന്ന് തോന്നി. കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ഒരു ക്ലാരിറ്റി എനിക്ക് ആക്ച്വലി കിട്ടിയത്. അപ്പം ഞാൻ ഓർത്തു ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാം. ഒത്തിരി വീഡിയോസ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കിടക്കട്ടെ. കാണുന്നവർക്ക് ഒരു 50% ഒരു യൂസ് ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ, നമുക്ക് ഹാപ്പി. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കാശ്മീരിലെത്താം, അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, പോകുന്നതിനും എന്തൊക്കെ ചെയ്യണം, ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോയെ പറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ട്രെയിനിൽ പോകാം, ഫ്ലൈറ്റിലും പോകാം. നമ്മൾ പോയത് ഫ്ലൈറ്റിലായിരുന്നു. നമ്മുടെ പ്ലാനിൽ ഫുൾ ഫ്ലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു. ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ, അങ്ങനെയായിരുന്നു. ഡൽഹി വരെ ഫ്ലൈറ്റ്, ഡൽഹിയിൽ നിന്ന് ട്രെയിൻ, അതായിരുന്നു നമ്മുടെ പ്ലാൻ. ബട്ട് നമുക്ക് ടിക്കറ്റ് കൺഫേം ആയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഫുൾ ഫ്ലൈറ്റിനാക്കി. പിന്നെ നമ്മൾ ഒരു മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം ഒരു 2 months പ്രയറെങ്കിലും നിങ്ങൾ എടുക്കാൻ നോക്കുക. കാരണം അങ്ങോട്ടേക്ക് നമ്മുടെ സ്ലീപ്പർ അല്ലെങ്കിൽ AC കമ്പാർട്ട്മെന്റ്സ് ഒക്കെ കുറവായിരിക്കും, ബോഗീസ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് റിസർവേഷൻ കിട്ടും. പിന്നെ ഈ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റിലൊന്നും പോകാതെ നമുക്ക് സീറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പോകുന്നതായിരിക്കും ഏറ്റവും സേഫ്. കാരണം നമ്മൾ അല്ലെങ്കിൽ ഭയങ്കര ടയേർഡാവും. നമ്മുടെ ആ ഒരു ലോങ് ജേർണി ശരിക്കും നമ്മുടെ ആ ഓൾ ട്രാവലിനെ അല്ലെങ്കിൽ നമ്മുടെ ആ സ്ഥലം കാണാൻ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും നമുക്ക് ബാധിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ ബഡ്ജറ്റ് നോക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നത് ഫ്ലൈറ്റ് തന്നെ എടുക്കുക. ബിക്കോസ് നമുക്ക് ടൈം എല്ലാം നമുക്ക് ഒത്തിരി സേവ് ചെയ്യാം. നമ്മളിപ്പം ഇവിടുന്ന് ഡൽഹി അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജമ്മു തവി വരെ പോകണമെങ്കിൽ 2-3 ദിവസത്തെ ട്രാവലുണ്ട്. ഫ്ലൈറ്റിനാണെങ്കിൽ ജസ്റ്റ് വിത്തിൻ അവേഴ്സ് നമ്മളവിടെ എത്തും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ബട്ട് നിങ്ങളിപ്പം ബഡ്ജറ്റ് നോക്കി പോകുന്നവരാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ട്രെയിൻ തന്നെ എടുക്കുക. പിന്നെ ഒരു ലോങ് ഇങ്ങനെ 2-3 days ഒക്കെ ലോങ് ട്രാവൽ വരുന്ന ടൈമിൽ മാക്സിമം നമ്മളൊരു 3 tier AC എങ്കിലും എടുക്കാൻ ശ്രമിക്കാം. കാരണം നമ്മളല്ലെങ്കിൽ ഭയങ്കര ടയേർഡാവും. അപ്പോൾ കാണുന്നവർ പറയും പിന്നെ ഞങ്ങൾ ലോക്കൽ അല്ലെങ്കിൽ സ്ലീപ്പറിൽ പോയിട്ടുണ്ടല്ലോ. പോയിട്ടുണ്ട്, അതെനിക്കറിയാം. പക്ഷെ നമ്മൾ ഇച്ചിരി കൂടെയും ഒരു ഫ്രീ ആവുന്ന അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവുന്നത് നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ കിട്ടി നമ്മൾ നോക്കുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വരുമ്പോൾ നമ്മൾ മൈൻഡ് ഒന്ന് പീസ്ഫുൾ ആവുന്നത്. അപ്പം അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ ട്രെയിൻ ഉണ്ട്. ഇപ്പം ഡയറക്റ്റ് ട്രെയിൻ നമ്മൾ ജമ്മു തവിയിലേക്ക്, നാട്ടിൽ നിന്ന് ജമ്മു തവി അല്ലെങ്കിൽ ബനിഹാളല്ല ഉധംപൂരിലേക്ക് ട്രെയിൻ ഉണ്ട്. അപ്പം അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 72 hours എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഒരു 2.5 days to 3 days അത്ര എടുക്കും നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ജമ്മു തവി അല്ലെങ്കിൽ ഉധംപൂരിലേക്ക് എത്താനായിട്ട്. അത് വലിയ ചാർജ് ഇല്ല. അതെന്ന് പറഞ്ഞാൽ ഹിമസാഗർ എക്സ്പ്രസ് ആണ്. എല്ലാം ഫ്രൈഡേ ആണ് കേട്ടോ അതുള്ളത്. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഡൽഹി പോവുക, ഡൽഹിയിൽ നിന്ന് ഉധംപൂർ അല്ലെങ്കിൽ ജമ്മു തവി അവിടെ ഇറങ്ങുക. അപ്പം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ജമ്മു തവിയിൽ
ടിക്കറ്റ് എടുത്തിട്ട് ഉദംപൂരിൽ പോയി ഇറങ്ങരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഉദംപൂർ ഇറങ്ങിയിട്ട് നമ്മൾ ജമ്മു തവിയിലേക്ക് ടിക്കറ്റ് എടുത്തു. അപ്പം നമ്മൾ കൂടെയുള്ള വേറെ കയറുമ്പോൾ നമ്മൾ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടും. അപ്പോൾ അവർ പറയും, ഇല്ല നിങ്ങൾ എന്തിനാ ജമ്മു തവിയിൽ ഇറങ്ങുന്നത്, നമുക്ക് ഉദംപൂരിൽ ഇറങ്ങാം, അവിടുന്ന് കൂടുതൽ ഇച്ചിരി കൂടെ അടുത്താണ് എന്ന് പറയും. പക്ഷെ നമ്മുടെ ടിക്കറ്റ് ജമ്മു തവി വരെ കാണത്തുള്ളൂ. നമുക്ക് വേണേ ട്രെയിനിലെ TTRനെ കൈമടക്ക് കൊടുത്ത് എങ്ങനെയാലും ഒരു ചിക്കിൽ കൊടുത്ത് നമുക്ക് ജമ്മു തവി നിന്ന് ബനിഹാളിലല്ല ഉദംപൂർ വരെ ഇറങ്ങാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഉദംപൂർ ഇറങ്ങി അവിടുന്ന് എക്സിറ്റിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കാശ്മീർ എന്ന് നമുക്ക് അറിയാം, ഫുൾ സെക്യൂരിറ്റീസ്, എവിടെ നോക്കിയാലും ആർമീസ് അല്ലെങ്കിൽ പോലീസ് എല്ലാം മൊത്തം ചുറ്റിനും അതാണ്. നമ്മൾ ആ കാശ്മീരിലേക്ക് കാല് കുത്തുന്നത് മൊത്തം തോക്കൊക്കെ പിടിച്ചിട്ടുള്ള ആൾക്കാരെയായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കും ടിക്കറ്റ് ഇല്ലാണ്ട് ഇറങ്ങിയുള്ള അവസ്ഥ എന്ന് ഓർത്ത് നോക്കി, അവര് വായി തോന്നുന്ന ഫൈൻ നമുക്ക് അങ്ങ് എഴുതി. ആ ഫൈൻ അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഉദംപൂർ സ്റ്റേഷന്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഉദംപൂർ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെങ്കിൽ TTR വന്ന് നിങ്ങൾ പൈസ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ റെസിപ്റ്റ് വാങ്ങാൻ ട്രൈ ചെയ്യുക. നിങ്ങൾ റെസിപ്റ്റ് വാങ്ങിയിരിക്കണം. അറ്റ്ലീസ്റ്റ് ആ റെസിപ്റ്റ് എല്ലാം കാണിച്ച് നിങ്ങൾക്ക് എങ്ങനെയാലും ഊരിപ്പോയി, അല്ലെങ്കിൽ അവർ തോന്നുന്ന ഫീസ് അല്ലെങ്കിൽ ഫൈൻ നിങ്ങളോട് പേ ചെയ്യാൻ പറയും. ഒരു ഹ്യൂജ് എമൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇല്ല നമ്മുടെ പൈസ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് തിരിച്ചു വെക്കോ, നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല എന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമോശം ഒന്നും കാണിക്കരുത്. നിങ്ങൾ മാക്സിമം അല്ലെങ്കിൽ ഉദംപൂർ വരെ ട്രെയിൻ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉദംപൂർ അല്ല ജമ്മു തവിയിൽ ഇറങ്ങണമെങ്കിൽ അവിടെ ഇറങ്ങാം. ജമ്മു തവി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്റ്റേഷനാണ് കേട്ടോ. കാരണം അവിടുന്ന് ബസ്, ഷെയർ ടാക്സി എല്ലാം ഒത്തിരി കിട്ടും. ഉദംപൂർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്റ്റേഷനല്ല, നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ബിക്കോസ് ടാക്സിയൊക്കെ കുറവായിരിക്കും കമ്പയർ ടു ജമ്മു തവി. അപ്പോൾ അവർ പറയുന്ന പൈസക്ക് ചിലപ്പോൾ നമ്മൾ പോകേണ്ടി വരും. ജമ്മു തവിയിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിടത്ത് പോയി നമുക്കത് അഫോർഡബിൾ ആണെന്ന് തോന്നിയില്ലെങ്കിൽ അടുത്ത ആളെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ബസ്സിന് പോകാം. നിങ്ങളിപ്പം ജമ്മു തവിയിലാണ് ഇറങ്ങുന്നതെങ്കിൽ ജമ്മു തവിയിൽ നിങ്ങൾ ഡയറക്റ്റ്, ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് പോകണമെങ്കിൽ ഡയറക്റ്റ് ശ്രീനഗറിന് പോകാം. ബസ്സുണ്ട്. നമ്മൾ ബസ് എന്ന് പറഞ്ഞാൽ പ്രയർ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. JKSRTC ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റേ ടൂറിസ്റ്റ് ബസ്സുകൾ പോലെ അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രയർ ബുക്ക് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ടാണെങ്കിലും എടുക്കാം. പക്ഷെ ഷെയർ ടാക്സി ഉണ്ട്. ഷെയർ ടാക്സി എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ബാർഗെയിനിങ് സ്കില്ല് പോലെ ഇരിക്കും. മാക്സിമം ബാർഗെയിൻ ചെയ്യുക, എത്രമാത്രം കുറയ്ക്കാം അത്രയും ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കുക. നിങ്ങൾ ശ്രീനഗർ വരെ പോകണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ബനിഹാൾ വരെ അല്ലെങ്കിൽ ഉദംപൂർ വരെ എവിടെ വരെയാണ് പോകേണ്ടത് അങ്ങനെ പോവുക. ഇപ്പം നമ്മൾ എങ്ങനെ പോയാലും ഇപ്പം ഉദംപൂർ ഇറങ്ങിയാലും ജമ്മു തവിയിൽ ഇറങ്ങിയാലും ഈ പോകുന്ന റൂട്ട്, അതായത് ജമ്മു തവിയിൽ ഇറങ്ങിയാൽ ഉദംപൂരിൽ നിന്നാണ് നമ്മൾ ബനിഹാളിലേക്ക് പോകുന്നത്. ഉദംപൂർ ഇറങ്ങിയാൽ അത്രയും കുറച്ച് ട്രാവൽ കുറവായിരിക്കും. ബട്ട് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇതിന്റെ സൈഡിൽ. അപ്പോൾ നിങ്ങൾ ഇറങ്ങുന്നെങ്കിൽ ഉദംപൂരിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ജമ്മു തവിയിൽ ഇറങ്ങാം, എവിടെ വേണേലും ഇറങ്ങാം. പിന്നെന്ന് പറഞ്ഞാൽ ഉദംപൂരിൽ നിന്ന് ബനിഹാൾ വരെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 93 കിലോമീറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് 4 hours നമ്മൾ ട്രാവൽ ചെയ്യണം. ജമ്മു തവി ടു ബനിഹാൾ എന്ന് പറഞ്ഞാൽ ഒരു 6 hours അല്ല 2 hours. അതായത് മൊത്തം ഒരു ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് പറയുന്ന ഒരു സമയമാട്ടോ ഇത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ജമ്മു തവിയിൽ നിന്ന് ശ്രീനഗർ വരെ എത്താനായിട്ട് ഒരു ബ്ലോക്ക് ഇല്ല എങ്കിൽ ഒരു 6 to 7 hours എത്തും എന്നാണ് പറയുന്നത്. ഷെയർ ടാക്സിയിലൊക്കെ, ബസ്സിൽ പോയാൽ അത് കൂടുതലും 10 hours ഒക്കെ എടുക്കും. ബിക്കോസ് എല്ലായിടത്തും നിർത്തിയാണ് പോകുന്നത്. സോ മാക്സിമം ഷെയർ ടാക്സി എടുക്കുക അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ. അതായിരിക്കും നല്ലത് തന്നെ. നമുക്ക് ഇച്ചിരി നേരത്തെ എത്താനും പറ്റും. നമ്മുടെ ഈ ജമ്മു കാശ്മീരിലെ റോഡുകൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എപ്പം വേണമെങ്കിലും അവർ സ്നോ വന്ന് റോഡ് ബ്ലോക്ക് ചെയ്യാം, ഏതായാലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യും. പിന്നെ ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ ഓ മൈ ഗോഡ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഉണ്ടാവും. കാരണം നമുക്ക് ഒരിക്കലും ഇച്ചിരി ദുർഘടം പിടിച്ച പാതകളാണ് ഈ അതായത് നമ്മുടെ ജമ്മു തവി ടു ബനിഹാൾ അല്ലെങ്കിൽ ഉദംപൂർ ടു ബനിഹാൾ പോകുന്ന റൂട്ട് ബൈ റോഡ്.
ലാൻഡ് സ്ലൈഡിങ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 4 hours അല്ലെങ്കിൽ 6 hours എന്ന് പറയുന്നത് ചിലപ്പോൾ 24 hours വരെ എടുക്കാം. അങ്ങനെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ റോഡ് ട്രിപ്പിൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഓക്കെ, നമ്മളിപ്പം ചെന്നു 6 മണിക്ക് എത്തി, അവിടുന്ന് എടുത്തെടുത്ത് 8-6 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ശ്രീനഗർ എത്തും. അങ്ങനെ ഒരിക്കലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. നിങ്ങളൊരു 24 hours, അതായത് ചില ടൈമിൽ നമ്മളൊരു ബ്ലോക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിൽ ഒരു മണിക്കൂർ നമ്മൾ അനങ്ങാതെ കിടക്കും, അല്ലെങ്കിൽ 2 മണിക്കൂർ, ചിലപ്പോൾ ഒരു 5 മണിക്കൂർ, 10 മണിക്കൂർ, ഒരു ഫുൾ ഡേ നമ്മൾ അനങ്ങാതെ കിടക്കും. അങ്ങനത്തെ ബ്ലോക്ക് കിട്ടുന്ന സ്ഥലമാണ് ശ്രീനഗർ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ പോലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ടൈം കാൽക്കുലേറ്റ് ചെയ്യരുത്. നിങ്ങൾ ശ്രീനഗറിൽ നിന്ന് തിരിച്ച് ട്രെയിനാണ് പോരുന്നതെങ്കിൽ എന്നാലും നമ്മൾ ബനിഹാളിലെത്തണം. നമ്മൾ എങ്ങനെ പോയാലും ശ്രീനഗറിൽ നിന്ന് ബനിഹാൾ ബൈ ട്രെയിൻ നമ്മൾ ആണല്ലോ നോക്കുന്നത്. പിന്നെ ബനിഹാളിൽ നിന്നാണ് പിന്നെ നമ്മൾ ഉധംപൂരിലേക്ക് അല്ലെങ്കിൽ ജമ്മു തവിയിലേക്ക് ബസ്സോ അല്ലെങ്കിൽ ഷെയർ ടാക്സിയോ എന്തെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം ഈ ഷെയർ ടാക്സി എടുക്കാം. നമ്മൾ ജമ്മു തവി നിന്നായിരിക്കും നമുക്ക് റിട്ടേൺ ഉള്ള ട്രെയിൻ നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മളൊരു കാൽക്കുലേഷനിൽ പോയെന്നുണ്ടെങ്കിൽ ഓക്കെ സന്ധ്യക്കാണല്ലോ, അപ്പം നമുക്കൊരു ഉച്ചയാകുമ്പോൾ ഇറങ്ങിയാൽ മതി, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ റിട്ടേൺ വരുമ്പോൾ മാക്സിമം രാവിലെ തന്നെ ശ്രീനഗറിൽ നിന്ന് എക്സിറ്റ് ആവാൻ, അല്ലെങ്കിൽ അവിടുന്ന് ക്ലോസ് ചെയ്ത് എല്ലാം ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങാൻ ട്രൈ ചെയ്യുക. കാരണം എങ്ങാനും ഒരു ലാൻഡ് സ്ലൈഡിങ് കിട്ടിയാൽ നിങ്ങൾ മൊത്തത്തിൽ പെട്ടു. നിങ്ങളുടെ തിരിച്ചു പോരാനുള്ള ട്രെയിനിൻ്റെ അതിൻ്റെ പോകും പൈസ പോകും, പിന്നെ നിങ്ങൾ അവിടെ എവിടെയും സ്റ്റേ ചെയ്യണം, അതിന് പൈസ എക്സ്ട്രാ ആകും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അവിടുന്ന് നേരത്തെ ഇറങ്ങാൻ ട്രൈ ചെയ്യുക. പിന്നെയെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉധംപൂരിൽ നിന്ന് ബനിഹാൾ വരെ നമ്മളിപ്പം ബസ്സോ ട്രെയിനോ അല്ലെങ്കിൽ ട്രെയിനല്ല എന്തെങ്കിലും എടുക്കുക, കാർ ഷെയർ ടാക്സിക്ക് എടുക്കാം. പക്ഷെ ബനിഹാളിൽ നിന്ന് ശ്രീനഗർ അല്ലെങ്കിൽ ശ്രീനഗർ ടു ബനിഹാൾ വരെയുള്ളത് ശരിക്കും ട്രെയിൻ ട്രാവൽ എക്സ്പീരിയൻസിൻ്റെ ഒരു സംഭവമാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നാണ് ഞാൻ കുറേ വീഡിയോസ് കണ്ടതും കുറേ പറയുന്നത് കേട്ടതും എല്ലാം വെച്ച് നമുക്കൊരു ചിന്തയുണ്ടല്ലോ. അപ്പോൾ നമ്മളതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയായിരുന്നു നമ്മൾ പോയത്. പക്ഷേ എന്തോ പറ്റിയില്ല, നെക്സ്റ്റ് ടൈം നോക്കാം. അങ്ങനെ ഇരിക്കുന്നു. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിം നമ്മൾ ഒന്നെങ്കിൽ ഇവിടുന്ന് സിം എടുത്തുകൊണ്ട് പോവുക. നമ്മുടെ പോസ്റ്റ് പെയ്ഡ് സിം ആയിരിക്കും നല്ലത്. പ്രീപെയ്ഡ് നമുക്ക് പറ്റത്തില്ല അവിടെ. പിന്നെ അവിടെ നമ്മളിപ്പോൾ ഫ്ലൈറ്റിനാണ് ഇറങ്ങുന്നതെങ്കിൽ ബെറ്റർ നിങ്ങൾ എയർപോർട്ടിന് വെളിയിലുള്ള അവിടുന്ന് എടുക്കരുത്. ഭയങ്കര പൈസയാണ്, നമുക്ക് അബദ്ധം പറ്റുക. വെളിയിലോട്ട് ഇറങ്ങി വഴിയിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഷോപ്സ് കാണാം. അവിടെ നമുക്ക് എടുക്കാം. 200 അല്ലെങ്കിൽ 150-200 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കിട്ടും. ആൻഡ് പിന്നെ നമ്മൾ ബുക്ക് ചെയ്യുന്നത് റൂം ഒരു പ്രയർ ബുക്ക് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. നല്ല ഹോട്ടൽസ് ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഹൗസ് ബോട്ടേൽ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇത് ഈ വെള്ളത്തിൽ കിടക്കുന്നത് ചിലപ്പോൾ ഈ മഴയൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ഫുൾ സ്മെല്ല് അല്ലെങ്കിൽ ഈ കൊതുക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് റൂം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ദിവസവും ബനിഹാലിൽ നിന്ന് നമ്മുടെ ജമ്മു കാശ്മീർ അതായത് ശ്രീനഗറിലേക്ക് ട്രെയിനുണ്ട്. അത് ലോക്കൽ ട്രെയിൻസും ഉണ്ട്, പിന്നെ ടൂറിസ്റ്റ് ട്രെയിനും ഉണ്ട്. ടൂറിസ്റ്റ് ട്രെയിനിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം, റിസർവേഷൻ ആവശ്യമാണ്. പക്ഷേ മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെന്നിട്ട് നമുക്ക് എടുക്കാം. അതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രെയിൻ എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് 4:15 4:20 അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, പിന്നെ നെക്സ്റ്റ് ഡേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ടൂറിസ്റ്റ് ട്രെയിനിലാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കയറാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ട്രെയിൻ 4 മണിക്കല്ല 4:15 എന്നും പറഞ്ഞ് പതുക്കെ ആയി ബസ്സിന് പോരാനായിട്ട് ജമ്മു തവിന്ന് അല്ലെങ്കിൽ ഉധംപൂരിൽ നിന്ന് ബസ്സിന് പോരാനായിട്ട് നോക്കിയാൽ കുറച്ച് പാടായിരിക്കും. ബിക്കോസ് ഈ 6 മണിക്കൂർ എന്ന് പറയുന്നത് 8 ഞാൻ പറഞ്ഞ പോലെ 10, 12 എത്ര മണിക്കൂർ വേണേലും ആകാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ഷെയർ ടാക്സി എടുക്കാൻ ട്രൈ ചെയ്യുക, മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട്. കാരണം നമ്മൾ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കാം. സോ അൺപ്രെഡിക്റ്റബിൾ ആണ് നമ്മുടെ ലൈഫ്, അതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇപ്പം പോകുന്ന കാര്യം നമ്മൾ ജമ്മു തവിയിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉധംപൂരിൽ ഇറങ്ങിയാലുള്ള പ്രശ്നങ്ങൾ, ജമ്മു തവി ടിക്കറ്റ് എടുത്തിട്ട് ഉധംപൂരിൽ ഇറങ്ങിയാലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും.
Till then, bye bye everyone and take care.